ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഒക്ടോബർ 27 മുതൽ 31 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. 2024 ഒക്ടോബറിൽ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആര്? 2024 ഒക്ടോബറിൽ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായ വ്യക്തി. ഉത്തരം പ്രണബ് ജ്യോതിനാഥ്. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണു ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണു ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം. ഉത്തരം ചന്ദ്രയാൻ 4. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരം. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരം. ഉത്തരം PR ശ്രീജേഷ്. 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏത്? 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം. ഉത്തരം ഈജിപ്ത്. രാഷ്ട്രീയ ഏകതാ ദിനം എന്ന്. രാഷ്ട്രീയ ഏകതാ ദിനം. ഉത്തരം ഒക്ടോബർ 31. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ്റെ ആത്മകഥയുടെ പേര്. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ്റെ ആത്മകഥയുടെ പേര്. ഉത്തരം എൻ്റെ എംബസിക്കാലം. M. മുകുന്ദൻ ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലേതുൾപ്പെടെയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പുസ്തകമാണ് എൻ്റെ എംബസിക്കാലം. വിശ്വനാഥൻ ആനന്ദിനു ശേഷം എലോ റേറ്റിംഗിൽ 2800 എന്ന പോയിന്റ് മറികടന്ന ഇന്ത്യൻ താരം ആര്? വിശ്വനാഥൻ ആനന്ദിനു ശേഷം എലോ റേറ്റിംഗിൽ 2800 എന്ന പോയിന്റ് മറികടന്ന ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഉത്തരം അർജുൻ എരിഗാസി. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി അടുത്തിടെ അധികാരമേറ്റത് ആര്? വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി അടുത്തിടെ അധികാരമേറ്റത്. ഉത്തരം ലൂ ഓങ് കുഓങ്. 2024 ഒക്ടോബറിൽ പുതിയ ലോഗോയും പുതിയ 7 സേവനങ്ങളും അവതരിപ്പിച്ച ടെലികോം കമ്പനി ഏത്? 2024 ഒക്ടോബറിൽ പുതിയ ലോഗോയും പുതിയ 7 സേവനങ്ങളും അവതരിപ്പിച്ച ടെലികോം കമ്പനി. ഉത്തരം BSNL. BSNLൻ്റെ പുതിയ ആപ്തവാക്യമാണ് കണക്റ്റിംഗ് ഭാരത്. ഉത്തരം കണക്റ്റിംഗ് ഭാരത്. 2024 ഒക്ടോബറിൽ ദൃശ്യമായ 80,000 വർഷങ്ങൾക്കു ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽനക്ഷത്രം. 2024 ഒക്ടോബറിൽ ദൃശ്യമായ 80,000 വർഷങ്ങൾക്കു ശേഷം മാത്രം ഇനി കാണുവാൻ സാധിക്കുന്ന വാൽനക്ഷത്രത്തിൻ്റെ പേര്. ഉത്തരം ഷുജിൻ ഷാൻ അറ്റ്ലസ്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയുടെ പേര്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി. ഉത്തരം ഷുഗർ ബോർഡ്. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ഏത്? അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്ത ബാങ്ക്. ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത്? ഉത്തരം എറണാകുളം. 2024 ഒക്ടോബറിൽ ഫിലിപ്പീൻസിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്. ഉത്തരം ഡ്രാമി. തെക്കുകിഴക്കൻ ഏഷ്യയിൽ വീശിയ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ഡ്രാമി. മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള
ബാലൺ ദ്യോർ പുരസ്കാരം 2024 ലഭിച്ചതാർക്ക്? മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം 2024 ലഭിച്ചത്. ഉത്തരം റോഡ്രിക്ക്. മാഞ്ചസ്റ്റർ സിറ്റി താരമാണ് റോഡ്രിക്ക്. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം 2024 ലഭിച്ചത്. ഉത്തരം എയ്റ്റാന ബോൺമാറ്റി. ബാഴ്സലോണയുടെ ഫുട്ബോൾ താരമാണ് എയ്റ്റാന ബോൺമാറ്റി. തുടർച്ചയായി 2ാം തവണയാണ് എയ്റ്റാന ബോൺമാറ്റി പുരസ്കാരം കരസ്ഥമാക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഹരിവരാസനം. ഉത്തരം ഹരിവരാസനം റേഡിയോ. ലോക പക്ഷാഘാത ദിനം എന്ന്? ലോക പക്ഷാഘാത ദിനം. ഉത്തരം ഒക്ടോബർ 29. ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘത്തിന്റെ പേര്? ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കലാസംഘം? ഉത്തരം റിതം. ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയം ആയി മാറ്റുന്നത്? ബംഗ്ലാദേശിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ആഡംബര കൊട്ടാരമാണ് വിപ്ലവ മ്യൂസിയമായി മാറ്റുന്നത്? ഉത്തരം ഷെയ്ഖ് ഹസീന. ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം നിലവിൽ വന്നത്? ഉത്തരം ഉത്തരാഖണ്ഡ്. ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ഉത്തരം MS ധോണി. കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ? ഉത്തരം പോക്കറ്റ് മാർട്ട് ആപ്പ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 10 ഹാട്രിക്കുകൾ നേടിയ രണ്ടാമത്തെ പുരുഷ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത്? അന്താരാഷ്ട്ര ഫുട്ബോളിൽ 10 ഹാട്രിക്കുകൾ നേടിയ രണ്ടാമത്തെ പുരുഷ താരം? ഉത്തരം ലയണൽ മെസ്സി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 10 ഹാട്രിക്കുകൾ നേടിയ ആദ്യ പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ദേശീയ ആയുർവേദ ദിനം എന്ന്? ദേശീയ ആയുർവേദ ദിനം. ഉത്തരം ഒക്ടോബർ 29. ധന്തേരസ് എന്നറിയപ്പെടുന്ന ധന്വന്തരി ജയന്തി ദിനമായിട്ടാണ് ദേശീയ ആയുർവേദ ദിനം ആഘോഷിക്കുന്നത്. 2024 ദേശീയ ആയുർവേദ ദിനത്തിന്റെ പ്രമേയം? ഉത്തരം ലോകാരോഗ്യത്തിന് ആയുർവേദത്തിന്റെ നൂതന രീതികൾ എന്നതാണ് 2024 ദേശീയ ആയുർവേദ ദിനത്തിന്റെ പ്രമേയം. ലോകത്തിലെ ആദ്യത്തെ മലയാളം സ്പോർട്സ് ക്രോണോഗ്രാഫ് വാച്ച്? ഉത്തരം ഓളം. വാച്ച് പ്രേമികളുടെ കൂട്ടായ്മയായ ടൈം ഗ്രാഫർ ആണ് മലയാളം ലിപിയിലുള്ള അക്കങ്ങൾ ഉപയോഗിച്ചുള്ള ഓളം വാച്ച് പുറത്തിറക്കിയത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്? കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഒമർ അബ്ദുള്ള. ജമ്മു കാശ്മീരിന്റെ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുരിന്ദർ കുമാർ ചൗധരി. 2024 ഒക്ടോബറിൽ ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് ഇതിഹാസം? ഉത്തരം റാഫേൽ നദാൽ. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കുഴൂർ വിൽസൺ. 2024 ഒക്ടോബറിൽ അന്തരിച്ച കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ആര്? ഉത്തരം ജസ്റ്റിസ് KS പുട്ടസ്വാമി. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി. ജസ്റ്റിസ് KS പുട്ടസ്വാമിയുടെ ഹർജിയിലാണ് സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിയുണ്ടായത്.
രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗം ഏത്? രോഗാണുബാധ മൂലമുള്ള ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്ന നിലയിലേക്ക് മാറുന്ന രോഗം. ഉത്തരം ക്ഷയം. കേരളത്തിന്റെ മൂന്നാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം കണ്ണൂരിലെ അഴീക്കൽ എന്ന സ്ഥലത്താണ് കേരളത്തിലെ മൂന്നാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത്. അടുത്തിടെ മലയാളത്തിലേക്ക് മൊഴിമാറ്റി തിരുവിതാംകൂർ മാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച കൃതി. അടുത്തിടെ മലയാളത്തിലേക്ക് മൊഴിമാറ്റി തിരുവിതാംകൂർ മാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? ഉത്തരം ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ്സ. വി.എ. മുഹമ്മദ് മുസ്ലിയാർ 95 വർഷം മുമ്പ് രചിച്ച് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന മാപ്പിളപ്പാട്ട് കൃതിയാണ് ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന കിസ്സ. ഈ കൃതി മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത് അബ്ദുൾ മജീദ് നദ്വി.